വസുന്ധര, എന്തു പറ്റി? എന്താ പുറത്തു തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ആരോ പുറത്തു നിന്ന് അകത്തോട്ട് നോക്കുന്ന പോലെ തോന്നുക. ചിലപ്പോ അപ്പുറത്തെ വീട്ടിലുള്ളവരായിരിക്കും. താനിവിടെ ശ്രദ്ധിക്കേ. എന്റെ അമ്മോ, ഇനി ഞാനിവിടെ നിന്ന് അവരെന്നെ കണ്ടുപിടിക്കും. എത്രയും പെട്ടെന്ന് പോയി ഈ വിവരം സാറിന്റെ മാഡത്തിനെ അറിയിക്കണം. സാർ, ഞാൻ കല്യാണക്കുറിപ്പ് വായിക്കാം, എല്ലാവരും കേട്ടോളൂ. ശ്രീരസ്തു ശുഭമസ്തു അവിഘ്നമസ്തു സ്വസ്തി ശ്രീ ചാന്ദ്രമാനേന ശോഭകൃത്നാമ സംവത്സര മകരമാസം, അതായത് ജനുവരി 18-ാം തീയതി വ്യാഴാഴ്ച ദിവസം ശുദ്ധ ബൗള വിധിയ ഉത്ര നക്ഷത്രയുക്ത മേടലഗ്നത്തിൽ രാത്രി 10:47 ഇവരുടെ കല്യാണത്തിനുള്ള ശുഭമുഹൂർത്തമായി നമ്മളിപ്പോൾ കുറിക്കുന്നു. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയുക. ഏട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിപ്പോൾ പറയാം. എല്ലാം കറക്റ്റായിട്ട് തന്നെ അഭിയുള്ളേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിരാം എന്ത് പറയുന്നു അത് തന്നെ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ജോത്സ്യർ പറഞ്ഞ അതേ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹം നടത്താം. അപ്പോൾ ഒരു കുറവും കൂടാതെ ഞങ്ങളുടെ മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. സ്ത്രീധനവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട അഭിരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മകളെ മാത്രം മതി. അങ്ങനെ പറയുന്നത് നിങ്ങളുടെ വലിയ മനസ്സാ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ തരാനുള്ളത് തരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ കല്യാണം കൊണ്ട് ഞാൻ അഭിരാമിനോടുള്ള കടപ്പാടാണ് നിറവേറ്റുന്നത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഒരു തടസ്സവുമില്ലാതെ മംഗളമായിട്ട് കല്യാണം നടക്കും. ആ, പോയിട്ട് വരട്ടെ. ശരി, ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ മോളെ. ആ, ശരി. എന്താണോ പി ഈ പറയുന്നേ? എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതോ സാറേ പറയുന്നത്. എത്രയും പെട്ടെന്ന് ആ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവോ സാറേ? ആരുടെ കല്യാണം? അഭിരാമിന്റെ ചേട്ടന്റെ മോളുടെ കല്യാണമാണ്. എന്താ പെട്ടെന്ന് കല്യാണം? പെട്ടെന്ന് നടത്തുന്ന ഒരു കല്യാണം അല്ല മാഡം. 3 മാസത്തിന് മുമ്പേ തന്നെ അഭിരാമിന്റെ ചേട്ടന്റെ മകൾക്കും ബിസിനസ്മാൻ വർമ്മയുടെ മകനും തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. മഹേന്ദ്രവർമ്മയുടെ മകനുമായി ഭാസ്കറിന്റെ മോൾക്ക് കല്യാണോ? എന്തിനു സാർ ഇങ്ങനെ ഞെട്ടുന്നേ? അന്ന് സ്ഥലം വിൽക്കാനായിട്ട് നമ്മൾ പോയപ്പോ സാർ ഈ കാര്യം അറിഞ്ഞതല്ലേ? ശരിയാണല്ലേ, മറന്നുപോയി. അത്രയും വലിയ ബിസിനസ്മാന്റെ മോനുമായിട്ട് എങ്ങനെയാ കല്യാണം ഫിക്സ് ചെയ്തത്? അതല്ല അഭിരാം കാരണ മാഡം. പണ്ടെന്നോ ആ വർമ്മ സാറിന് അഭിരാം എന്തോ സഹായം ചെയ്തിട്ടുണ്ടെന്ന്. മാത്രമല്ല, ഭാസ്കർ കല്യാണക്കാരി സംസാരിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ വർമ്മ അഭിരാമിനെ കണ്ടപ്പോ തന്നെ കല്യാണത്തിന് സമ്മതിച്ചത്രേ. ഒന്ന് നോക്കിയ ഈ കല്യാണം അഭിരാം കാരണമാണ് നടക്കാൻ പോകുന്നത്. അഭിരാമും വസുന്ധരയും മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്താൻ പോവുകയാണ്. ഭക്ഷണത്തിന് തെണ്ടി നടക്കുന്നവർക്ക് എങ്ങനെ കല്യാണം നടത്താൻ പറ്റും പിയെ? കല്യാണ ചെലവിനെങ്കിലും അവർക്ക് കാശ് വേണ്ടേ? സാറിപ്പതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ അഭിരാമിന് ശരിക്കും കേരള ലോട്ടറി അടിച്ചിട്ടുണ്ട്. 20 ലക്ഷം കിട്ടിയേ. അതെങ്ങനെയാടോ? അവന്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ടല്ലോ. എന്ത് നന്നായിട്ട് നടന്നാലും ഈ കല്യാണം നടക്കില്ലേട്ടാ. എന്തുകൊണ്ട് നടക്കില്ല മോളെ? ആര് തടയാനാ? ഞാനത് തടയും. മാഡത്തിന് ഈ കല്യാണവുമായി എന്താ ബന്ധം? എന്തിനാ മാഡം തടയുന്നേ? ആ വസു എന്റെ മുഖത്തടിച്ചവളാണ്. അവള് കാരണം ആ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പാടില്ല. അവൾ ഒരു ഭാഗ്യദോഷിയാണെന്നും അവളെ മുഖാന്തരം എന്ത് ചെയ്താലും അത് നന്നാവില്ലെന്നും ഈ കല്യാണത്തോടെ ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. വസുവിന്റെ കൂടെ ആ അഭി ഉണ്ടല്ലോ മോളെ. എന്തു പ്ലാൻ ചെയ്താലും അഭി അത് തടയില്ലേ? വസുവിനെതിരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എത്ര തവണ ഭാര്യ രക്ഷിക്കാൻ കഴിയുവേട്ടാ? എല്ലാ തവണയും ഈ വസു തന്നെ ജയിക്കുമെന്നാണോ? ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരേ ഒരു ചാൻസ് മാത്രം മതി. വസുവിനെ ഇല്ലാതാക്കിയിട്ട് അഭിയെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി. മാഡം വലിയ സ്വപ്നങ്ങളാ കാണുന്നേ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ സ്വപ്നം കാണുന്നല്ല ഇതിന്റെ ലക്ഷ്യ.
ഇതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ വീട്ടിൽ ഇനി നടക്കാൻ പോകുന്ന ഒരേ ഒരു നല്ല കാര്യം ഞാനും അഭിരാമും തമ്മിലുള്ള വിവാഹമായിരിക്കും. അത് നടക്കുന്നത് വരെ ആ വീട്ടിൽ നടക്കുന്നതെല്ലാം അശുഭങ്ങളായിരിക്കും. ഉടനെ നടക്കാൻ പോകുന്ന കല്യാണം ഇപ്പൊ മുടങ്ങാൻ പോകുന്നു നോക്കിക്കോ. ഞാൻ അത് മുടക്കും. കല്യാണം നടക്കുന്നത് ആ വീട്ടില്, നമ്മളുള്ളത് ഈ വീട്ടിൽ. പിന്നെ എങ്ങനെ അത് തടയാൻ പറ്റും? ഏട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ എന്റെ മനസ്സിൽ മറ്റു ഐഡിയ ഒന്നുമില്ല. ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. കല്യാണം തടയാനുള്ള ഐഡിയ ഒന്നും എന്റെ കയ്യിലില്ല മോളെ. ഞാനൊരു PA മാത്രമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കോൺഫിഡൻസ് മാത്രമാണ്. എപ്പോ എങ്ങനെയെന്നൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. പക്ഷെ ഉറപ്പായിട്ട് കല്യാണം മുടക്കിയിരിക്കും. ആ വസുവിന്റെ പേരിന് ഞാൻ കളങ്കം ഉണ്ടാക്കിയിരിക്കും. വസുവിനും അബിക്കും ഇടയിൽ ഒരു അകൽച്ചയും ഞാൻ ഉണ്ടാക്കും. ആ സ്പേസിൽ ഞാൻ കയറിയിരിക്കും. അതോടെ അബി എന്റേതായി മാറും. എന്താ സാർ മാഡം അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അവൾക്കുള്ളത് കോൺഫിഡൻസ് ആണോ അതോ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ പിയെ. കല്യാണം എങ്ങനെ തടയാൻ പറ്റും? കല്യാണം തടഞ്ഞാ കോൺഫിഡൻസ്, തടയാൻ പറ്റിയില്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്. സാർ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആകുന്നത്? എന്റെ ടെൻഷനൊക്കെ വിട്ടേക്ക്. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ എന്തിനാ സാറേ വെറുതെ ചെകിടത്ത് തല്ല് വാങ്ങിക്കുന്നത്? തല്ലിലടാ പറയേ. സീതയെ കല്യാണം കഴിക്കാനായിട്ട് ശ്രീരാമൻ സ്വയംവരത്തിന് പോയി. എന്നിട്ട് വില്ലെടുത്തായിരുന്ന? ഇല്ല. രാമനെ കല്യാണം കഴിക്കാൻ ശൂർപ്പണഖ ആഗ്രഹിച്ചതല്ലേ? അവള് കല്യാണം കഴിച്ചോ? ഇല്ല. അതുപോലെ തന്നെയാ സാർ. ശരിക്കും നീ എന്താ പറഞ്ഞു വരുന്നത്? കാവേരി കല്യാണം മുടക്കുമോ അതോ ഇല്ലയോ? സാറ് MLA ആയത് സാറിന്റെ ഭാഗ്യമാണ് സാർ. അത് സാറിന്റെ ഈ മണ്ഡലത്തിന്റെ ദുരവസ്ഥയും കൂടിയാണ് സാർ. അപ്പൊ പിന്നെ നീ എന്താടാ പറഞ്ഞു വരുന്നത്? ഞാനൊരു രാഷ്ട്രീയക്കാരനാടാ. ആ എന്നെ നീ രാമായണം പഠിപ്പിക്കുന്നോ? പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം വാട്ട പൂജ്യം. താൻ അവിടെ പോയി നോക്ക്. അവിടെ തന്നെ രണ്ടാമത്തെ കമ്മലും ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം. താൻ പോയി നോക്ക്.
ഇപ്പൊ എന്റെ രണ്ടാമത്തെ കമ്മലും കാണാതായി. ശരിക്കൊന്ന് നോക്ക്, അവിടെ തന്നെ കാണും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കളഞ്ഞുപോയ തന്റെ കമ്മല് തപ്പിയെടുത്ത് തന്നാൽ താൻ എനിക്ക് എന്ത് തരും? എന്താ കിട്ടിയോ? ആഹാ, കിട്ടില്ല ഏട്ടാ. താൻ എന്നോട് കള്ളം പറയുവാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഏട്ടൻ തന്നെ ഒന്ന് കണ്ടുപിടിക്കൂ. എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ? അങ്ങോട്ട് പോയി നോക്ക്. അന്വേഷിക്കേണ്ടതേ അവിടെയല്ല, പിന്നെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. കമ്മല് എന്റെ കയ്യിലുണ്ടെന്നാണോ ഏട്ടൻ വിചാരിക്കുന്നത്? ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണാലോ. എന്റെ ഇല്ല. ഉണ്ടല്ലോ. എവിടെ ഉണ്ടെന്ന്? എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്മലിട്ട് വരാണല്ലോ ചെയ്തേ. ചോദിക്കാലോ.
വിലമതിക്കാനാവാത്ത തന്റെ പുഞ്ചിരി വേണം എനിക്ക്. എന്താ ഒരേ ഒരു തവണ തണുന്ന് ചിരിക്കുന്നേ. ഏട്ടനിപ്പോ എന്താ പറഞ്ഞേ? തന്റെ ചിരിയാണ് എനിക്ക് കാണേണ്ടേ. എപ്പോഴും താൻ ചിരിച്ചുകൊണ്ടേയിരിക്കണം. തനിക്കിനി എന്ത് നഷ്ടപ്പെട്ടാലും ശരി, തന്റെ ഭംഗിയുള്ള ചിരി മാത്രം നഷ്ടമാകരുത്. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അത് തിരികെ കൊണ്ടുവരാൻ ഏട്ടനുണ്ടല്ലോ. അതും എനിക്ക് അന്വേഷിച്ച് കൊണ്ടുവരും. അതൊന്നും അങ്ങനെ അന്വേഷിച്ചാൽ കിട്ടില്ല വസുന്ധരെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിലൊന്നും നമ്മുടെ സന്തോഷമാണ്. കഷ്ടങ്ങൾ വരുമ്പം കണ്ണുനീര് വരും. ആ കണ്ണീര് തുടയ്ക്കേണ്ടത് ഈ ഒരൊറ്റ ചിരി കൊണ്ടാണ്. ആ ചിരി എന്നും തന്നോടൊപ്പം ഉണ്ടാവണം. എന്നും എനിക്ക് തന്റെ ചിരി കാണണം. ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുകയല്ലേ, ഉറപ്പായിട്ടും തരും. ഏട്ടൻ വാങ്ങിച്ചോ. നമ്മുടെ കാവ്യക്ക് കല്യാണം വരുമല്ലേ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അതെ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നൊരു മംഗളകാര്യ. അമ്മ, അച്ഛൻ, ഏട്ടത്തി, കാവ്യ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടും. കല്യാണക്കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ഈ വീട്ടിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ചിലരൊഴികെ. അവരുടെ കണ്ണീര് ഈ കല്യാണത്തിന് ഒരു തടസ്സമാകാൻ പാടില്ല. താലിയില്ലാത്ത പെണ്ണും മൂക്കുകാരില്ലാത്ത പശു ഒരുപോലെ. ആ ദൈവത്തിന് എന്നോട് ഒരു കരുണയില്ല. എന്റെ കഷ്ടങ്ങൾ കൂടുന്നതല്ലാതെ അതിനൊരറുതിയില്ല. എന്താ നയൻതാരയ്ക്ക് വിഘ്നേഷിനെ കൊടുത്തതുപോലെ, കാവ്യക്ക് ദിലീപിനെ കിട്ടിയതുപോലെ, ജ്യോതികയ്ക്ക് സൂര്യയെ കിട്ടിയതുപോലെ, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അമലാ പോളിന് ജഗത് ദേശായിയെ കിട്ടിയതുപോലെ എനിക്കും ഒരു നല്ല ഭർത്താവിനെ തന്നൂടെ ദൈവമേ. ഞാനും ഭർത്താവും കുട്ടികളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കില്ലേ? എന്നോട് ദൈവത്തിന് എന്നാ ഒരു കരുണ തോന്നാൻ പോകുന്നേ? ഷൂട്ട് ചെയ്ത് വെച്ച സിനിമ പെട്ടി തന്നെ അകപ്പെട്ടു പോയ പോലെ എന്റെ ജീവിതവും ഒരു പെട്ടിക്കുള്ളിലാകേണ്ടതാണോ ദൈവമേ? തിയേറ്ററിൽ റിലീസ് ആവുന്നതിന് പകരം പെട്ടെന്ന് OTT റിലീസ് ആവുന്നത് പോലെ എന്റെ ജീവിതത്തിനും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒന്ന് കാണിച്ചതാ ദൈവമേ. ദൈവമേ, ദൈവമേ, ദൈവമേ. ദൈവമേ, അയ്യോ, അയ്യോ. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ പ്രകൃതി എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? എന്ത് പേപ്പറാ ഇത്? സ്വത്തിന്റെ പ്രശ്നമാണോ അതോ കോടതി പ്രശ്നമാണോ? സന്താന ഭാഗ്യമില്ലയോ അതോ വിവാഹം നടക്കുന്നില്ലേ? നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു എങ്കിൽ ഉടനടി ബന്ധപ്പെടൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം. സ്വാമിജി ശ്രീകണ്ഠ പൊതുവാൾ, ഗണേഷ് ആസ്ട്രോളജി. ഇതേതോ ഒരു സ്വാമിജി നശിക്കാൻ പോകുന്ന എന്റെ ജീവിതത്തെ മനക്കണ്ണുകൊണ്ട് കണ്ടതാ. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ പോയി കാണണം. അമ്മേ, അച്ഛാ, അബി, വസു, ഭാവനെ, എല്ലാരും ഒന്നിങ്ങ് വന്നേ. കല്യാണ ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. നിക്കഖിൽ, ഭാസ്കരട്ടൻ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു. നമ്മളെ വിളിച്ചോ? വെഡിങ് കാർഡ്സ് വന്നല്ലേ ഉള്ളു, പോയി നോക്കാം. നമുക്ക് വിസ വരേണ്ട ഈ സമയത്ത് വെഡിങ് കാർഡ്സാ വന്നിരിക്കുന്നത്. കല്യാണ കാർഡ് പോയി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? വളരെ നന്നായിട്ടുണ്ട് ഏട്ടാ. എടി അങ്ങനെയല്ല അഖിൽ, കാർത്തികേ,
എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ദാ ഇൻവിറ്റേഷൻ കാർഡ്സ് നോക്ക്. കാർത്തികേ, അഖിൽ വരൂ. ഈ കല്യാണ ലെറ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ. എങ്ങനെയുണ്ട് അഖിൽ? നൈസ് എടുത്തേ. ഞങ്ങളുടെ കല്യാണ കാർഡേ ഇതിനേക്കാളും റിച്ച് ആയിരുന്നു. ആ കാർഡ് വെച്ച് നോക്കുമ്പോ ഇത് വെറും വേസ്റ്റാ.